ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയാണ് കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാനുള്ള വീഡിയോ ആണ്. പിന്നെ ഈ ബോക്സ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല ഇരിക്കുന്നത്. ഞാനിവിടെ ഇല്ലായിരുന്നു ഇത് കൊണ്ടുവന്ന സമയത്ത്. അപ്പോൾ നമ്മളിത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അടുത്ത വീട്ടിലാണ് ഏൽപ്പിക്കാനായിട്ട് അവരോട് പറഞ്ഞത്. പക്ഷേ ഞാൻ ചെന്ന് കളക്ട് ചെയ്ത സമയത്ത് ബോക്സിൻ്റെ അവസ്ഥ അതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ട് വയ്ക്കുന്ന സ്റ്റാൻഡ്. ഇത് മെറ്റൽ സ്റ്റാൻഡാണ്. ഇപ്പം ഞാനിത് തലതിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബുഷില്ല കേട്ടോ. മെറ്റൽ ആയതുകൊണ്ട് താഴെ വയ്ക്കുമ്പം ഈർപ്പം അടിച്ച് ഇത് തുരുമ്പ് പിടിക്കുമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ 2 ബുഷും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അവിടെ ബുഷിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ബുഷ് വാങ്ങിച്ച് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ഇത്തിരി പൊക്കി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഒന്ന് ശ്രമിക്കണം. അത്യാവശ്യം വെയിറ്റുള്ള സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ ഇത്. 6 പോട്ട് വയ്ക്കാൻ പറ്റിയ സ്റ്റാൻഡാണേ. അപ്പോൾ വൈറ്റ് പോട്ട് തന്നെയാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന പോട്ടുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ ആ പോട്ടുകളൊക്കെ മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ റെഡ് ഓക്സൈഡാണ് ഫ്ലോറ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മങ്ങലും ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം ഒരു മേക്ക് ഓവർ പോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പിന്നീട് ഒരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഇതിൽ വച്ചിരിക്കുന്ന ചെടികൾ ചേരുന്നുണ്ടോ എന്നും പറയണം കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്കിത് 830 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ആയത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാൻഡുകൾ വരുമ്പം 2 വീലറിനായിരിക്കില്ല കേട്ടോ കൊണ്ടുവരുന്നത്. എയ്സ് പോലെയുള്ള വണ്ടികൾക്കായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം ഒന്നുകിൽ നമ്മൾ വീട്ടിൽ ആൾ വേണം, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരാനുള്ള സൗകര്യം വേണം. അവരെന്നോട് പ്രത്യേകം ചോദിച്ചു എയ്സ് കയറുന്ന വഴിയാണോ എന്നൊക്കെ. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണേ ഇതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒന്ന് പറയാനുണ്ട് കേട്ടോ. ജൂണിൽ സ്കൂൾ തുടങ്ങിയ പിന്നെ എൻ്റെ വ്യൂസൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് റെഗുലറായിട്ടോ കൺസിസ്റ്റൻ്റായിട്ടോ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ഒത്തിരി ദിവസങ്ങളിൽ ഇടാതെയും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വ്യൂസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ മുടങ്ങാതെ വീഡിയോ ഇടാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. പിന്നെ വീഡിയോ കണ്ടാൽ മാത്രം പോരട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് അത്യാവശ്യമുള്ള കാര്യങ്ങളാണേ. ബായ്.